ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതേ വിസർജന വ്യവസ്ഥ എന്ന ടോപ്പിക്കിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ്. വിസർജന വ്യവസ്ഥയുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തേത്. ഓക്കെ, ഓൾഡ് SCERT സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 5 വിസർജനം സമസ്ഥിതി പാലനത്തിന്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് വിസർജന വ്യവസ്ഥ എന്നുള്ള ആ ഒരു ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട്, അതായത് സ്റ്റാൻഡേർഡ് 6, 8, 10 സെക്കൻഡ് ടേം ബുക്സ് വരുമല്ലോ, ഒക്ടോബർ ലാസ്റ്റോട് കൂടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബുക്സ് വരുമ്പോൾ അതിൽ എന്തെങ്കിലും ചാപ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നിലവിലുള്ളതിൽ അവസാനത്തെ ഒരു ചാപ്റ്ററാണ് വിസർജനം സമസ്ഥിതി പാലനത്തിന്, അതായത് വിസർജന വ്യവസ്ഥ എന്ന ടോപ്പിക്കിലെ അവസാനത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അധികമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂ SCERT സ്റ്റാൻഡേർഡ് 9 തേർഡ് ലെസൺ പഠിച്ചായിരുന്നു അല്ലേ, ശ്വസനവും വിസർജനവും. ആ ചാപ്റ്ററിലെ കണ്ടന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അഡീഷണൽ ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു റിവിഷനും ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു നീട്ടുന്നില്ല, ക്ലാസ്സിലേക്ക് പോവാം. ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം നോക്കാം. ഇവിടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ റിസൾട്ടായിട്ട് കോശങ്ങളിലൊക്കെ ധാരാളം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവ നിശ്ചിത അളവിലും കൂടുതലാകുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അമിനോ ആസിഡുകളുടെയും ന്യൂക്ലിക് ആസിഡുകളുടെയും ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാവുന്ന നൈട്രജൻ സംയുക്തങ്ങൾ, ശ്വസന പ്രക്രിയയുടെ ഉപോൽപ്പന്നമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവയാണ് മനുഷ്യനിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. ഇത് ആന്തര സമസ്ഥിതി പാലനത്തിലുള്ള മാർഗങ്ങളിൽ ഒന്നാണ്. ഓർമ്മയുണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ധാരാളം ഉപോൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? നൈട്രജൻ സംയുക്തങ്ങൾ, അതുപോലെ കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവയൊക്കെയാണ് വിസർജന വസ്തുക്കളായിട്ട് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഈ മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്തര സമസ്ഥിതി പാലനത്തിനുള്ള മാർഗങ്ങളിൽ ഒന്നാണ്. ഇത് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ് വിസർജന അവയവങ്ങളിലേക്ക് കോശത്തിലുണ്ടാവുന്ന വിസർജന വസ്തുക്കൾ എത്തുന്നത്? കോശത്തിൽ നിന്ന് ടിഷ്യൂ ദ്രവത്തിലേക്ക് സ്രവിക്കപ്പെടുന്ന വിസർജ്യ വസ്തുക്കൾ രക്തം വഴി വിസർജന അവയവങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മുടെ മനുഷ്യരിലെ വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. നോക്കിയേ, ആദ്യത്തേത് ത്വക്ക് എന്താ ചെയ്യുന്നത്? ജലവും ലവണങ്ങളും പുറന്തള്ളുന്നു. ജലവും ലവണങ്ങളും പുറന്തള്ളുന്ന ഡ്യൂട്ടിയാണ് ത്വക്കിന്. ഈ സെയിം ഫ്ലോ ചാർട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ, ന്യൂ SCERT 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ത്വക്കിന്റെ ഡ്യൂട്ടി എന്താണ്? ജലവും ലവണങ്ങളും പുറന്തള്ളുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ശ്വാസകോശം. ശ്വാസകോശത്തിന്റെ ഡ്യൂട്ടി എന്താണ് ശ്വാസകോശം പുറന്തള്ളുന്നത്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഇനി യൂറിയ നിർമ്മാണം ആരുടെ ഡ്യൂട്ടിയാ? കഴിഞ്ഞ ദിവസം പഠിച്ചതായതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. കരളാണ് യൂറിയ നിർമ്മിക്കുന്നത്. യൂറിയയും ജലവും പുറന്തള്ളുന്നത് ആരാണ്? വൃക്കയാണ്, വൃക്ക. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഓർണിത്തോൺ പരിവൃത്തിയൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. കരൾ എന്ന മാലിന്യ സംസ്കരണശാല. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായിട്ടുള്ള വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്ന വിഷവസ്തുവായിട്ടുള്ള അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? കരളാണ് അല്ലേ. കരളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന അമോണിയയെ എന്ത് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡിൻ്റെയും ജലത്തിൻ്റെയും കരളിലെ കുറച്ച് എൻസൈംസിൻ്റെയും ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് യൂറിയയാക്കി മാറ്റുന്നത് ആരാണ്? കരളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ. ഓക്കെ, കരുതലോടെ കരൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിഷവസ്തുക്കളുമായിട്ടുള്ള വർദ്ധിച്ച സമ്പർക്കം കരൾ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. ഇത് ഞാൻ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പോൾ നോക്കാം, വിഷവസ്തുക്കളുമായിട്ടുള്ള വർദ്ധിച്ച സമ്പർക്കം കരളിൻ്റെ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. എന്നാൽ കരളിന് മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട്. കരളിൻ്റെ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കുന്നത് അന്തിമമായി കരളിൻ്റെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആൽക്കഹോള്, പിന്നെ അതുപോലെ തന്നെ ഡ്രഗ്സ് അല്ലേ, കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഡ്രഗ്സ്, ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. കരളിനെ കരുതലോടെ കൊണ്ടുപോകണം. കണ്ടോ, കരുതലോടെ കരൾ എന്നാണ് ആ ടോപ്പിക്. ഇനി നോക്കിയേ, പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി
ഫലമായിട്ട് എന്തുണ്ടാവുന്നു? അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. ഇവയുടെ ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ പല ഉപ ഉൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട്. ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ. ഇത് ശരീരത്തിൽ നിന്ന് ഉടൻ തന്നെ നീക്കം ചെയ്യപ്പെടണം. ഇല്ലെങ്കിലോ കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തും. ഇല്ലെങ്കിൽ അമോണിയ ഹാനികരമാണ്, അത് ശരീരത്തിന് ദോഷം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു അമോണിയ കരളിലെത്തുന്നുണ്ട്. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയയായി മാറുന്നു. ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ? അമോണിയ കാർബൺ ഡയോക്സൈഡ് പ്ലസ് ജലം എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് യൂറിയ ആയിട്ടും മാറുന്നു. ഇതിന് എന്ത് പറയും? ഓർണിത്തൻ പരിവൃത്തി. ഓർണിത്തൻ പരിവൃത്തി നടക്കുന്നത് എവിടെയാ? കരളിലാണ് കേട്ടോ. കരളിലാണ് ഓർണിത്തൻ പരിവൃത്തി നടക്കുന്നത്. യൂറിയ നിർമ്മാണത്തിന് കരൾ കാർബൺ ഡയോക്സൈഡിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ഇതുപോലെ മറ്റു പല ജീവൽ പ്രവർത്തനങ്ങൾക്കും കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് ആന്തരസമസ്ഥിതിയെ പ്രതികൂലമായിട്ട് ബാധിക്കും. എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് മാത്രമാണ് വേണ്ടത്. അധികമായാൽ എന്താണ്? അമൃതും വിഷമാണ് അല്ലേ? അപ്പോൾ കാർബൺ ഡയോക്സൈഡിന് കുറച്ച് ഡ്യൂട്ടിയൊക്കെ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അത് കഴിഞ്ഞിട്ട് അമിതമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യണം? പുറന്തള്ളുക തന്നെ വേണം. ഇല്ലെങ്കിൽ അത് ശരീരത്തിന്റെ ആന്തരസമസ്ഥിതിയെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. വിയർപ്പ് രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് കണ്ടോ? സ്വേദ ഗ്രന്ഥി അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡിനെ കുറിച്ചൊരു പിക്ചർ എടുത്ത് തന്നിട്ടുണ്ട്. കണ്ടല്ലോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. നമ്മുടെ LGS എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ത്വക്കിലെ സ്വേദ ഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വേദഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്തു കൂടി രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്ന് ലവണങ്ങളും ജലവും സ്വേദഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വിയർപ്പ് തുള്ളികളായി ത്വക്കിന്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ശരീര താപനില ക്രമീകരിക്കലാണ് വിയർക്കലിന്റെ മുഖ്യ ലക്ഷ്യം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയുന്ന കാര്യങ്ങളല്ലേ? അപ്പം നോക്കിയേ, വിയർപ്പിലൂടെ വളരെ ചെറിയ ഒരളവ് മാലിന്യങ്ങൾ മാത്രമാണ് പുറന്തള്ളപ്പെടുന്നത്. ശരീരത്തിൽ നിന്നും യൂറിയയും ലവണങ്ങളും ജലവും പ്രധാനമായും പുറന്തള്ളപ്പെടുന്നത് മൂത്രത്തിലൂടെയാണ്. ഇനി വൃക്കകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാന വിസർജ്യ അവയവം എന്ന് പറയുന്നത്. യൂറിയ, വിറ്റാമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായിട്ടുള്ള മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് അരിച്ചുമാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവമാണ് വൃക്കകൾ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് സ്പീഡിൽ പോകാമല്ലോ അല്ലേ? നോക്കിയേ, ഇനി നമ്മുടെ വൃക്കകളും അനുബന്ധ ഭാഗങ്ങളും ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. മനുഷ്യരിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. ഈ സെയിം ഭാഗം നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു അല്ലേ? ഇതേ സെന്റൻസ്. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയറുവിത്തിന്റെ ആകൃതിയാണുള്ളത്. പിന്നെന്താ പറഞ്ഞത്? ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു പോയിന്റ് ഉള്ളത് നോക്കിക്കോളൂ. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വൃക്കയും ഉറപ്പും മാർദ്ദവവുമുള്ള ഒരു ആവരണത്താൽ പൊതിഞ്ഞിരിക്കുന്നു. ഓരോ വൃക്കയും എന്ത് ചെയ്തിരിക്കുന്നു? ഉറപ്പും മാർദ്ദവവുമുള്ള ഒരു ആവരണത്താൽ പൊതിഞ്ഞിരിക്കുന്നു എന്ന പോയിന്റ് കൂടി പഠിച്ചു വെച്ചിരിക്കുക. ഇനി മഹാധമനിയുടെ ശാഖയായിട്ടുള്ള വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നു. അപ്പം വൃക്കകളിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനിയാണ്. മഹാധമനിയുടെ ശാഖയായിട്ടുള്ള വൃക്കാധമനി വഴിയാണ് ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കാസിര വഴി മഹാസിരയിലേക്ക് എത്തുന്നു. വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലെത്തുന്നു. അവിടെ നിന്ന് മൂത്രനാളി വഴി പുറന്തള്ളുകയും ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? മഹാധമനിയുടെ ശാഖ ആയിട്ടുള്ള വൃക്കാധമനി വഴിയാണ് ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിലേക്ക് എത്തുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കാസിര വഴി മഹാസിരയിലേക്ക് എത്തുന്നു. വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിൽ എത്തുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. മൂത്രനാളി വഴി പുറത്തേക്ക് പോകുന്നു. ഇനി ഇതേ വൃക്കയുടെ ആകൃതി എന്താണ്? വൃക്കയുടെ ആകൃതി പയറുവിത്തിന്റെ ആകൃതിയാണ്. പയറുവിത്തിന്റെ ആകൃതിയിലാണ് വൃക്ക അല്ലെ? ഇനി അതിന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഉദരാശയത്തിലാണ്. ഓക്കെ, ഉദരാശയം നമ്മൾ പറഞ്ഞില്ലേ, ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ആകൃതി എന്ന് പറയുമ്പോൾ പയറുവിത്തിന്റെ ആകൃതിയാണ്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്താണ്? രക്തം എത്തിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലാണ് വൃക്കാധമനി. ഓക്കെ, വൃക്കാധമനിയാണ്. പിന്നെ അടുത്ത ചോദ്യം നോക്കിയേ, രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ ഏതാണ്? രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കാസിരയാണ്. വൃക്കാസിര.
വൃക്കാസിര. അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. മൂത്രസഞ്ചിയിലേക്ക് മൂത്രം എത്തിക്കുന്ന കുഴലാണ് മൂത്രവാഹി. മൂത്രവാഹി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? വൃക്കയും അനുബന്ധ ഭാഗങ്ങളുമാണ് പറഞ്ഞത്. വൃക്കയുടെ സ്ഥാനം ഉദരാശയത്തിന് അല്ലേ, ഉദരാശയത്തിൽ നട്ടലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെച്ചേക്കണം. പയറുവിത്തിന്റെ ആകൃതിയാണ്. രക്തം വൃക്കയിലേക്ക് എത്തിക്കുന്ന കുഴലാണ് വൃക്കാധമനി. രക്തം വൃക്കയിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്ന കുഴലാണ് വൃക്കാസിര. മൂത്രസഞ്ചിയിലേക്ക് മൂത്രം എത്തിക്കുന്ന കുഴലാണ് മൂത്രവാഹി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗത്ത് കണ്ടോ, ഓരോ വൃക്കയുടെയും ഉൾഭാഗത്ത് ഏതാണ്ട് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. ഇവയാണ് എന്ത് പറയുന്നത്? നെഫ്രോൺ എന്ന് പറയുന്നത്. വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്താണ്? വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. അപ്പോൾ ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഏതാണ്ട് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. ഇവയാണ് നെഫ്രോണുകൾ എന്ന് പറയുന്നത്. നെഫ്രോണുകളാണ് വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ. ഇനി നമ്മൾ പഠിച്ചു വൃക്കയുടെ ആന്തരഘടന അല്ലെ, 2 വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കോർട്ടെക്സ്, മെഡുല. നോക്കാം. അപ്പോൾ ആദ്യം കോർട്ടെക്സ് എന്താണ്? വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ്. കണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് ഇവിടെ വലുതാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വൃക്കയുടെ ഇളം നിറത്തിലുള്ള ബാഹ്യഭാഗത്തെയാണ് നെഫ്രോണുകൾ. ഇവിടെയാണ് നെഫ്രോണുകളുടെ അതിസൂക്ഷ്മമായിട്ടുള്ള അരിപ്പകൾ കാണപ്പെടുന്നത്. ഓക്കെ, വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മമായിട്ടുള്ള അരിപ്പകൾ കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് കോർട്ടെക്സ് ആണ്. അതുപോലെ മെഡുല്ല എന്ന് പറയുമ്പോൾ എന്താണ്? വൃക്കയുടെ കടും നിറമുള്ള ആന്തര ഭാഗമാണ്. ബാഹ്യഭാഗം കോർട്ടെക്സ്, ആന്തരഭാഗം മെഡുല്ല. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? മെഡുല്ലയിലാണ്. പിന്നെ പെൽവിസ് കണ്ടോ, എന്താണ്? അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. അതായത് നെഫ്രോണിന്റെ ഘടനയാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതായിരുന്നു അല്ലേ. ആദ്യം ബൊമാൻസ് ക്യാപ്സ്യൂൾ പഠിച്ചു, അഫറന്റ് വെസൽ, ഇഫറന്റ് വെസൽ പഠിച്ചു ഓർക്കുന്നുണ്ടല്ലോ. പിന്നെന്താണ്? ഗ്ലോമറുലസ് എന്താണ്? ഗ്ലോമറുലസ് ഫിൽട്രേറ്റ് എന്താണ്? ബാഹ്യനളിക ലോമിക ജാലം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. വൃക്കാനളിക, ശേഖരണ നാളി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമുക്ക് റിവിഷനും കൂടി ആവുമല്ലോ ആ ചാപ്റ്റർ. ഓക്കെ, ആദ്യം ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്താണെന്ന് നോക്കാം. നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലെയുള്ള ഭാഗമാണ് എന്ത്? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഭിത്തികൾക്കിടയിലുള്ള സ്ഥലത്തിനെയാണ് ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ടല്ലോ. ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇതെന്തൊരു ഇരട്ട ഭിത്തിയാണ് ഇതിനല്ലേ. അപ്പോൾ ഈ ഇരട്ട ഭിത്തി, ഈ ഭിത്തിയുടെ ഇടയ്ക്കുള്ള സ്പേസിനെയാണ് ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇതേ ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖ, അതിനെയാണ് എന്ത് പറയുന്നത്? അഫറന്റ് വെസൽ എന്ന് പറയുന്നത്. അഫറന്റ് വെസൽ. ഇനി ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴലിനെയാണ് എന്ത് പറയുന്നത്? ഇഫറന്റ് വെസൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്ലോമറുലസ് എന്ന് പറയുന്നത് എന്താണ്? അഫറന്റ് വെസൽ. ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്യും? ബ്രാഞ്ചസ് ആയിട്ട് മാറും. സൂക്ഷ്മ ലോമികകളായി മാറുന്ന ആ ഒരു ഭാഗമാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത് അല്ലേ. ഗ്ലോമറുലസ്. ഇനി ബാഹ്യ നളിക ലോമിക ജാലം എന്താണ്? ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായിട്ട് വൃക്കാനളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികളെയാണ് ബാഹ്യനളിക ലോമിക ജാലം എന്ന് പറയുന്നത്. ബാഹ്യനളിക ലോമിക ജാലം എന്താണ്? ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായിട്ട്. ഇഫറന്റ് വെസൽ എന്ന് പറയുമ്പോൾ എന്താ? ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതല്ലേ ഇഫറന്റ് വെസൽ. അപ്പോൾ ആ ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായിട്ട് വൃക്കാനളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് എന്ത് പറയുന്നത്? ബാഹ്യനളിക ലോമിക ജാലം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കുള്ളത് ശേഖരണ നാളിയാണ് അല്ലേ. ശേഖരണ നാളിയും വൃക്കാനളികയുമാണ് പഠിക്കേണ്ടത്. അപ്പോൾ വൃക്കാനളിക നോക്കിയാൽ എന്താണ്? ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ്. ഇനി എന്താണ് ഈ ശേഖരണ നാളി എന്ന് പറയുന്നത്? വൃക്കാനളികകൾ വന്നു ചേരുന്ന ഭാഗമാണ്. അവിടെയാണ് ജലത്തിന്റെ ആഗിരണം നടക്കുന്നത്. മൂത്രം ശേഖരിച്ച് എന്ത് ചെയ്യുന്നു? ശേഖരണ നാളി പെൽവിസിലേക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി മൂത്രം രൂപപ്പെടൽ. അപ്പോൾ മൂത്രം രൂപപ്പെടൽ എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങളുണ്ട്. സൂക്ഷ്മ അരിക്കൽ, പുനരാഗീകരണവും ശ്രവണവും, ജലത്തിന്റെ ആഗിരണം എന്നീ 3 പ്രക്രിയയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? മൂത്രം രൂപപ്പെടുന്നത്. അപ്പോൾ നോക്കിയേ, ആദ്യം സൂക്ഷ്മ അരിക്കൽ. രക്തം എന്താ ചെയ്യുന്നത്? ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യാസവ്യത്യാസം ഗ്ലോമറുലസിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയ്ക്ക് സഹായിക്കുന്നു, സൂക്ഷ്മ അരിക്കലിന് സഹായിക്കുന്നു. ഇതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ഗ്ലോമറുല ഫിൽട്രേറ്റ് ക്യാപ്സുലാർ സ്പേസിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്?
രക്തം ഗ്ലോമറുലസിന്റെ ഉള്ളിലൂടെ ഒഴുകുകയാണ്. അപ്പൊ അതിലെ സൂക്ഷ്മ സുഷിരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷ്മമായിട്ടുള്ള അരിക്കലിന് അല്ലെ, ഏത് സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷ്മ അരിക്കലിന് വിധേയമാവുന്നുണ്ട്. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യാസ വ്യത്യാസം, അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിൽ വ്യാസ വ്യത്യാസം ഉണ്ട്. എന്തോ അഫറന്റ് വെസൽ എന്ന് പറയുമ്പോൾ അഫറന്റ് വെസൽ എന്ന് പറയുന്നത് കണ്ടോ വ്യാസം കുറവാണ്. ഇഫറന്റ് വെസലിന് എന്താണ്? വ്യാസം കൂടുതലാണ്. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള വ്യാസ വ്യത്യാസം ഗ്ലോമറുലസിൽ സൃഷ്ടിക്കുന്ന ഉയർന്ന മർദ്ദം ഈ ഒരു പ്രക്രിയ, ഏത് പ്രക്രിയ? സൂക്ഷ്മ അരിക്കലിന് ഹെൽപ്പ് ചെയ്യുന്നു. നോക്കിയാൽ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും. അകത്തേക്ക് വരുന്നതാണ് എന്ത്? അഫറന്റ് വെസൽ എന്ന് പറയുന്നത് അല്ലെ. പുറത്തേക്ക് പോകുന്നത് ഇഫറന്റ് വെസൽ. അപ്പൊ അകത്തേക്ക് വരുന്ന അഫറന്റ് വെസലിന് വ്യാസം കൂടുതലാണ്, പുറത്തേക്ക് പോകുന്ന ഇഫറന്റ് വെസലിനാണെങ്കിൽ വ്യാസം കുറവാണ്. അപ്പൊ ഇവയുടെ ഈ ഒരു വ്യാസ വ്യത്യാസം എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷ്മ അരിക്കലിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യാസ വ്യത്യാസം കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോമറുലസിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടോ? അതായത് ഉയർന്ന അല്ലെങ്കിൽ ആ ഉയർന്ന വ്യാസമുള്ള അല്ലെങ്കിൽ കൂടുതൽ വ്യാസമുള്ള ഈ ഒരു അഫറന്റ് വെസൽ അകത്തേക്ക് വരികയാണ്. അപ്പൊ ഈ അഫറന്റ് വെസലിനാണ് എന്ത്? വ്യാസം കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ വ്യാസം കൂടുതലുള്ള ഈ ഒരു കുഴലിലൂടെ രക്തം ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ധാരാളം രക്തം ഇങ്ങോട്ട് എത്തും അല്ലെ. പിന്നെ പുറത്തേക്ക് പോകുന്ന ഇഫറന്റ് വെസലിനാണെങ്കിൽ വ്യാസം കുറവാണ്. അപ്പൊ ഇതിനുള്ളിൽ എന്ത് ചെയ്യും? ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു പ്രഷർ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷ്മമായിട്ടുള്ള അരിക്കലിന് വിധേയമാകുന്നുണ്ട്. ആ ഒരു അരിക്കലിന് അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അരിക്കലിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ ഒരു സംഭവം ഫോം ചെയ്യുന്നുണ്ടല്ലോ. എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഫോം ചെയ്യുന്നുണ്ട്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന അതിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു. ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോണുകൾ, വിറ്റാമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നിവയൊക്കെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി പുനരാകിരണവും ശ്രവണവും. ഇനി ആ ഭാഗമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. പുനരാകിരണവും ശ്രവണവും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്ക നളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ ആവശ്യ വസ്തുക്കൾ ബാഹ്യ നളിക ലോമികാ ജാലത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്ക നളികയിലൂടെ. ഈ വൃക്ക നളിക എന്ന് പറയുന്നത് എന്താണ്? ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? യെല്ലോ കളറിലുള്ള ഈ സംഭവം, ഇതാണ് എന്ത്? വൃക്ക നളിക. കണ്ടല്ലോ, വൃക്ക നളിക. ഈ യെല്ലോ കളറിലുള്ള ഈ ഒരു ട്യൂബ് പോലെ കാണുന്ന ഈ ഒരു ഭാഗത്തിനാണ് എന്ത്? വൃക്ക നളിക എന്ന് പറയുന്നത്. അപ്പോ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്ക നളികയിലൂടെ ഒഴുകുമ്പോൾ ശേഖരണ നാളിയിലേക്കാണ് ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുന്ന സമയത്ത് ആവശ്യ വസ്തുക്കളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബാഹ്യ നളിക ലോമികാ ജാലത്തിലേക്കാണ് പുനരാകിരണം ചെയ്യുന്നത്. ബാഹ്യ നളിക ലോമികാ ജാലം. കണ്ടോ, ബാഹ്യ നളിക ലോമികാ ജാലം എന്ന് പറയുന്നത് ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായിട്ട് വൃക്ക നളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ്. ഈ ിൽ കാണുന്ന ഭാഗമാണ് വൃക്ക നളിക എന്ന് പറയുന്നത്. വൃക്ക നളികയെ ചുറ്റിയിട്ടാണ് എന്തുള്ളത്? ഈ ബാഹ്യ നാളിക ലോമികാ ജാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോമികാ ജാലത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, പുനരാകിരണം നടക്കുന്നുണ്ട്. ഇനി നോക്കിയേ, സൂക്ഷ്മ അരിക്കലിന് ശേഷം രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ ലോമികാ ജാലത്തിൽ നിന്ന് വൃക്ക നളികയിലേക്ക് സ്രവിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് അബ്സോർബ് ചെയ്യുക മാത്രമല്ല കേട്ടോ, എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ലോമികാ ജാലത്തിൽ നിന്ന് വൃക്ക നളികയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്രവിക്കപ്പെടുന്നുണ്ട്. സൂക്ഷ്മ അരിക്കലിന് ശേഷം രക്തത്തിൽ അധികമായിട്ട് അവശേഷിക്കുന്ന കാര്യങ്ങളെ, അപ്പൊ ചില ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലോമികാ ജാലത്തിൽ നിന്ന് വൃക്ക നളികയിലേക്ക് തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്ത ഭാഗം ജലത്തിന്റെ ആഗിരണം, അതായത് ശേഖരണ നാളിയിൽ വെച്ച് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ആഗിരണം ചെയ്യപ്പെടുന്നു. ശേഷിക്കുന്ന ഭാഗമാണ് മൂത്രമായിട്ട് പോകുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് ഈ ശേഖരണ നാളിയിൽ വെച്ചിട്ട് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ആഗിരണം ചെയ്യപ്പെടുന്നു. ശേഷിക്കുന്ന ഭാഗമാണ് മൂത്രമായിട്ട് പോകുന്നത്. ഇനി മൂത്രത്തിലെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നോക്കിക്കോളൂ. മൂത്രത്തിലെ ഘടകങ്ങളായിട്ട് ജലം, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ജലമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ, യൂറിയ 2% ആണ്. ബാക്കിയുള്ള സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നിവയെല്ലാം ചേർന്ന് മറ്റൊരു 2%. ക്ലിയർ ആയോ? അങ്ങനെയാണ് മൂത്രം രൂപപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ ആഗിരണത്തിന്റെ കാര്യം പറഞ്ഞു, ശ്രവണത്തിന്റെ കാര്യം പറഞ്ഞു. അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. ആഗിരണം എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യ നളിക ലോമിക ജാലത്തിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. ശ്രവണം എന്ന് പറയുന്നത് എന്താണ്? ഇത് സൂക്ഷ്മ അരിക്കലിന് ശേഷവും രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ ലോമികാ ജാലത്തിൽ നിന്ന് വൃക്ക നളികയിലേക്കാണ് സ്രവിക്കപ്പെടുന്നത്. അപ്പൊ ആഗിരണം നടക്കുന്നത് ബാഹ്യ നളിക ലോമികാ ജാലത്തിലേക്കാണ്. ശ്രവണം നടക്കുന്നത് എങ്ങനെയാണ്? ഈ ലോമികാ ജാലത്തിൽ നിന്ന് വൃക്ക നളികയിലേക്കാണ് സ്രവിക്കപ്പെടുന്നത്. ആ ഒരു കാര്യം കൂടി ഓർത്തേക്കുക. പിന്നെ മൂത്രത്തിലെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങള്, പിന്നെന്താ വരുന്നത്? ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, പിന്നെന്തായിരുന്നു?
ക്രിയാറ്റിൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൂത്രത്തിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവയുടെ പൂർണ്ണമായിട്ടുള്ള ആഗിരണം ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് വെച്ച് നടക്കുന്നുണ്ട്, വൃക്കാനളികയിൽ വെച്ച് നടക്കുന്നുണ്ട്. എന്നാൽ സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, ജലം എന്നിവയുടെ ഭാഗികമായിട്ടുള്ള ആഗിരണം മാത്രമായിരിക്കും ഈ ഒരു വൃക്കാനളികയിൽ വെച്ച് നടക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരാം. 1.5 ലിറ്റർ മൂത്രം ഉണ്ടാകാൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത് നോക്കാട്ടോ. ശരീരത്തിലുള്ള രക്തം മുഴുവനും 24 മണിക്കൂറിനുള്ളിൽ 350 തവണയെങ്കിലും വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്. 1800 ലിറ്റർ രക്തം അരിച്ചാണ് 170 ലിറ്റർ ഗ്ലോമറുലാ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നത്. അതായത് ഒരു മിനിറ്റിൽ ഏകദേശം 127 മില്ലി ലിറ്റർ ഗ്ലോമറുലാ ഫിൽട്രേറ്റ് ആണ് രൂപപ്പെടുന്നത്. ഒരു മിനിറ്റിൽ 127 മില്ലി ലിറ്റർ ഗ്ലോമറുലാ ഫിൽട്രേറ്റ് ആണ് രൂപപ്പെടുന്നത്. അതിൽ നിന്നും ഏകദേശം 126 മില്ലി ലിറ്ററും തിരികെ രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് 170 ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും 1.5 ലിറ്റർ മൂത്രമാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് ഈ ഭാഗത്ത് പറഞ്ഞത്? 24 മണിക്കൂറിൽ 350 തവണയെങ്കിലും വൃക്കയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രക്തം കടന്നു പോകുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? 1800 ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 170 ലിറ്റർ ഗ്ലോമറുലാ ഫിൽട്രേറ്റ് കിട്ടുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? ഒരു മിനിറ്റിൽ 127 മില്ലി ലിറ്റർ ഗ്ലോമറുലാ ഫിൽട്രേറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, രൂപപ്പെടുന്നത്. അതിൽ 126 മില്ലി ലിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. തൽഫലമായിട്ട് 170 ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും 1.5 ലിറ്റർ യൂറിനാണ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? 170 ലിറ്റർ ഗ്ലോമറുലാ ഫിൽട്രേറ്റിൽ നിന്ന് 1.5 ലിറ്റർ മൂത്രമാണ് ഫോം ചെയ്യുക. ഈ പോയിന്റ്, ഈ കണക്കുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഒന്നുകൂടെ നമുക്ക് നോക്കാവേ. അതായത് 24 മണിക്കൂറിനുള്ളിൽ 350 തവണയാണ് വൃക്കകളിലൂടെ രക്തം കടന്നു പോകുന്നത്. അടുത്ത പോയിന്റ് പറഞ്ഞാൽ എന്താ? 1800 ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യുമ്പോൾ 170 ലിറ്റർ ഗ്ലോമറുലാ ഫിൽട്രേറ്റ് ആണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഒരു മിനിറ്റിൽ ഏകദേശം 127 മില്ലി ലിറ്റർ ഗ്ലോമറുലാ ഫിൽട്രേറ്റ് ആണ് രൂപപ്പെടുന്നത്. അതിൽ നിന്ന് 126 എന്ത് ചെയ്യും? രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യും. അതിന്റെ റിസൾട്ടായിട്ട് 170 ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും, ഗ്ലോമറുലാ ഫിൽട്രേറ്റിൽ നിന്നും 1.5 ലിറ്റർ മൂത്രമാണ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇവിടെ മൂത്രം വൃക്കയിൽ നിന്ന് മൂത്രവാഹി വഴി മൂത്രസഞ്ചിയിലെത്തി താൽക്കാലികമായി സംഭരിക്കപ്പെടുന്നു. അത് നിറയുന്നതിനനുസരിച്ച് മൂത്രനാളി വഴി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ കഴുകിക്കളയുക എന്നൊരു പ്രവർത്തനം കൂടി അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ, ഒരു സെൽഫ് ക്ലീനിങ് ഓർഗൻ ആണ് അല്ലേ. അപ്പം മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലെ രോഗാണുക്കളെ കഴുകിക്കളയുക എന്നൊരു പ്രവർത്തനം കൂടി അവിടെ നടക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ബോക്സിൽ തന്നിരിക്കുന്ന കാര്യം എന്താണ്? ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രപഥത്തിലും മൂത്രാശയത്തിലും ഉണ്ടാകാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത അവിടെ കുറയുകയാണ്, തടസ്സപ്പെടുകയാണ്. ഇത് മൂത്രാശയത്തിന്റെ ആന്തരസ്തരത്തിൽ അണുബാധ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് മൂത്രപഥത്തിലെ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ. സ്ത്രീകളുടെ മൂത്രനാളിയുടെ നീളം കുറവാണ് അല്ലേ. അപ്പോൾ സ്ത്രീകളിൽ കുറവായ കാരണം അവർക്ക് എന്ത് ചെയ്യും? മൂത്രപഥത്തിൽ അണുബാധ, യൂറിനറി ഇൻഫെക്ഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശരീരത്തിലെ മുഖ്യ വിസർജ്യ വസ്തുവായിട്ടുള്ള മൂത്രത്തിൽ ജലം, യൂറിയ, ലവണങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു അല്ലെ. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് യൂറിനിൽ അടങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ജലം, യൂറിയ, പിന്നെ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നിവയാണ്. ഏറ്റവും കൂടുതൽ ജലമാണ്, 96% ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഭാഗം ഇത് കണ്ടോ. ഒരു എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 മില്ലി മൂത്രം എടുക്കുക. ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് അതിലേക്ക് 4-5 തുള്ളി സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് ലായനി ചേർക്കുക. നുരഞ്ഞു പൊന്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. അങ്ങനെ നുരഞ്ഞു പൊന്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂറിയയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യൂറിയയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചേർക്കേണ്ട വസ്തുവിന്റെ പേരൊന്ന് നോക്കിയോ. സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ മൂത്രത്തിൽ യൂറിയയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് ചേർക്കുന്നു. നുരഞ്ഞു പൊന്തുന്നത് എന്താണ്? നൈട്രജൻ അവിടെ ഫോം ചെയ്യുമ്പോഴാണ് നുരഞ്ഞു പൊന്തുന്നത്. അങ്ങനെ ആ ഒരു നുരഞ്ഞു പൊന്തുമ്പോൾ നമുക്ക് യൂറിയയുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക്
ഈ ഭാഗത്ത് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത ഇങ്ങനെ നുരഞ്ഞു പൊന്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു യൂറിയയുടെ സാന്നിധ്യമാണ് കാണിക്കുന്നത്. അവിടെ നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുമ്പോൾ സോഡിയം ഹൈപ്പോ ബ്രോമൈറ്റും അതുപോലെ മൂത്രവും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ നൈട്രജൻ ഫോം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നുരഞ്ഞു പൊന്തുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. അത് നമ്മളുടെ ന്യൂ NCERT-യിൽ ഇല്ലാത്തൊരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ വൃക്കകളും ആന്തര സമസ്ഥിതി പാലനവും അടുത്തൊരു ടോപ്പിക് നോക്കാം. ശരീരദ്രവങ്ങളുടെ ഗാഢത പരിപാലിക്കുന്നതിൽ വൃക്കകൾക്ക് വലിയ പങ്കുണ്ട്. ഇവ രക്തത്തിലെ ജലത്തിന്റെയും ലവണങ്ങളുടെയും അളവ്, pH എന്നിവ ക്രമീകരിക്കുന്നുണ്ട്. അപ്പൊ വൃക്ക എന്തൊക്കെ ചെയ്യുന്നുണ്ട്? രക്തത്തിലെ ജലത്തിന്റെയും അതുപോലെ ലവണങ്ങളുടെയും അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, pH ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി വൃക്കകളും ആന്തര സമസ്ഥിതി പാലനവും എന്ന് പറഞ്ഞൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. നോക്കിയാൽ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്ത് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്ത് മാലിന്യങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയുടെ ആന്തര സമസ്ഥിതിയിൽ ഒരു വ്യതിയാനം സംഭവിക്കും. അപ്പൊ വൃക്ക അവിടെ ഇടപെടുകയാണ് അല്ലെ. വൃക്ക ഇടപെട്ട് എന്ത് ചെയ്യും? മാലിന്യങ്ങൾ പുറന്തള്ളും അല്ലെ. നമ്മളിപ്പോ ഫോം ചെയ്ത മൂത്ര രൂപീകരണം ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ വൃക്കകൾ എന്ത് ചെയ്യും? മാലിന്യങ്ങളെ പുറന്തള്ളുന്നുണ്ട്, ജലസന്തുലനം നടത്തുന്നുണ്ട്, ലവണ സന്തുലനം നടക്കുന്നുണ്ട്, അതുപോലെ pH ക്രമീകരണവും നമ്മുടെ ബോഡിയിൽ നടത്തുന്നുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. മാലിന്യങ്ങളുടെ പുറന്തള്ളൽ, ജലസന്തുലനം, ലവണ സന്തുലനം, pH ക്രമീകരണം. അങ്ങനെ വൃക്ക അതിൽ ഇടപെട്ട് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ആന്തര സമസ്ഥിതി വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയാണ് അല്ലെ. ആന്തര സമസ്ഥിതി പാലിക്കപ്പെട്ട നിലയിലേക്ക് എത്തും. വീണ്ടും ഇതുപോലെ തന്നെ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാലിന്യങ്ങൾ ഉണ്ടാവും. വീണ്ടും ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇനി വൃക്കാരോഗങ്ങളാണ് കേട്ടോ. വൃക്കാരോഗങ്ങൾ. അപ്പൊ ഈ ഭാഗത്ത് ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നെഫ്രൈറ്റിസ് എന്ന രോഗം വരുമ്പോൾ എന്താണ് ഇതിന് കാരണം? അണുബാധയോ അല്ലെങ്കിൽ വിഷബാധയോ ഒക്കെ മൂലം വൃക്കകൾക്കുണ്ടാവുന്ന വീക്കത്തിനെയാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ലക്ഷണം എന്തൊക്കെയാന്ന് വെച്ചാൽ കലങ്ങിയതും കടും നിറത്തോട് കൂടിയതുമായിട്ടുള്ള മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം. ഓക്കെ, അപ്പൊ സാധാരണ നമ്മൾ കുടിക്കേണ്ട ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു യെല്ലോ കളറൊന്നും ഉണ്ടാവില്ല അല്ലെ, അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷൻ നമുക്ക് അനുഭവപ്പെടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്കളറേഷൻ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ്. മൂത്രത്തിന്റെ കളർ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എന്തൊക്കെയോ ഇംബാലൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. എന്താ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് അല്ലേ. എസ്പെഷ്യലി വേനൽക്കാലത്തൊക്കെ നമ്മളത് കുടിക്കാറുണ്ടോ? അങ്ങനെ കുടിക്കണം. ഓക്കെ, അപ്പൊ നെഫ്രൈറ്റിസ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാവുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. ഇനി വൃക്കയിലെ കല്ലാണ് കാൽസ്യം ഓക്സലേറ്റ് കേട്ടോ. കാൽസ്യം ഓക്സലേറ്റ് ആണ് വൃക്കയിലെ കല്ല്. എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. വൃക്കയിലെ കല്ലാണ് കാൽസ്യം ഓക്സലേറ്റ്. അപ്പൊ വൃക്കയിലോ അല്ലെങ്കിൽ മൂത്രപഥത്തിലോ ഒക്കെ ഈ കാൽസ്യം ലവണങ്ങൾ തരിതരിയായി അടിഞ്ഞു കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കല്ലായിട്ട് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ വൃക്കയിൽ കല്ല് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മൂത്രത്തിൽ കല്ല് എന്നൊക്കെ പറയും അല്ലേ. അങ്ങനെ കല്ല് വരുമ്പോഴേ അടിവയറ്റിൽ വേദന, മൂത്ര തടസ്സം, തലകറക്കം, ഛർദി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ വൃക്കയിലെ കല്ലിന് രാസപരമായി അറിയപ്പെടുന്നത് എന്താണ്? കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. ഇനി മറ്റൊരു രോഗമാണ് യുറീമിയ. യുറീമിയ എന്ന് പറയുന്നത് എന്താണ്? പലതരം വൃക്ക രോഗങ്ങള്, നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം ഒക്കെ കാരണം ഉണ്ടാകുന്ന വൃക്ക രോഗമാണ് യുറീമിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വിളർച്ച അനുഭവപ്പെടും, ശരീരഭാരം കുറയും, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോത്പാദനം ക്രമേണ നിലയ്ക്കുന്നത്, ഇതൊക്കെ യുറീമിയയുടെ ലക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പോൾ യുറീമിയ എന്ന് പറയുമ്പോൾ നെഫ്രൈറ്റിസ് അല്ലെ പ്രമേഹം, രക്താതിമർദ്ദം ഒക്കെ കാരണമാണ് എന്തുണ്ടാവുന്നത്? യുറീമിയ ഉണ്ടാവുന്നത്. മറ്റു പല വൃക്കരോഗങ്ങൾ കാരണമൊക്കെ എന്തുണ്ടാവും? യുറീമിയ ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. വൃക്കരോഗങ്ങൾ മാരകമാകുമ്പോൾ വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കും. ആ സമയത്ത് ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഹീമോഡയാലിസിസ് ചെയ്യും. വൃക്കകൾ തകരാറിലാവുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഹീമോഡയാലിസിസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 9th സ്റ്റാൻഡേർഡ് ന്യൂ NCERT ലെസൺ പഠിച്ചപ്പോൾ നല്ല ഒരു ഇമേജ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ഹെപ്പാരിൻ ചേർക്കുന്നു. ഇനി ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. കണ്ടോ? ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ സിരകളിലേക്കാണ് കടത്തിവിടുന്നത്.
ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നോക്കിയേ, ധമനിയിൽ നിന്നാണ് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നത്. ഓക്കെ, ധമനിയിൽ എന്താണ് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തമാണ്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് കടത്തിവിടും. അവിടെ ഡിഫ്യൂഷനിലൂടെ എന്ത് ചെയ്യും, രക്തം ശുദ്ധീകരിക്കപ്പെടുകയും പിന്നീട് ശുദ്ധീകരിക്കപ്പെട്ട രക്തം തിരികെ സിരകളിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്, കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇനി കൃത്രിമ വൃക്ക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡോക്ടർ പേരാണ് തന്നിരിക്കുന്നത്. ആരാണ്? ഡോക്ടർ വില്യം ജോഹാൻ കോഫ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഡച്ച് ഡോക്ടറായ വില്യം ജോഹാൻ കോഫ് ആണ്. വില്യം ജോഹാൻ കോഫ് ആണ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത്. അപ്പൊ വൃക്കകൾ തകരാറിലാവുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രോസസ്സാണ് ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ കൃത്രിമ വൃക്ക ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡച്ച് ഡോക്ടറായിട്ടുള്ള വില്യം ജോഹാൻ കോഫ് ആണ് എന്ന പോയിന്റ് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. എന്താണ്? വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുമ്പോൾ രക്തം ശുദ്ധീകരിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു വൃക്കയാണ് നമുക്ക് വേണ്ടത്, അല്ലെ? നമുക്ക് 2 ഉണ്ട്, ഒരു ജോഡി ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ രക്തം ശുദ്ധീകരിക്കാൻ നമുക്ക് ഒരെണ്ണം മതി. പക്ഷേ ഈ 2 വൃക്കകളും തകരാറിലായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്തണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹീമോഡയാലിസിസ് ഒരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ വൃക്ക സ്വീകരിക്കാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? വൃക്ക സ്വീകരിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വൃക്ക സ്വീകരിക്കാൻ അയാളുടെ ബോഡി ഓക്കെ ആണ് എന്ന രീതിയിൽ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാം? വൃക്ക സ്വീകരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് കിട്ടണം? ഒരു ദാതാവിനെ കിട്ടണം. ദാതാവ് എങ്ങനെയുള്ള ആളായിരിക്കും വേണം? ഈ ദാതാവ് എന്ന് പറയുന്നത് പെട്ടെന്ന് ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യൻ വല്ല അപകടത്തിലോ ഒക്കെ പെട്ട് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വൃക്ക നമുക്ക് മാറ്റിവെക്കാനായിട്ട് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ വൃക്ക രക്തഗ്രൂപ്പുകളുടെയും കലകളുടെയും ഒക്കെ പൊരുത്തം അനുസരിച്ച് മാറ്റിവെക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ആരോഗ്യകരമായിട്ടുള്ള ഒരു പേഴ്സണ് ഒരു വൃക്കയുടെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുള്ള ദാതാവിൽ നിന്ന് എന്ത് ചെയ്യാം? ബ്ലഡ് ഒക്കെ മാച്ച് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ, അല്ലെ അവരുടെ കലകളൊക്കെ തമ്മിൽ മാച്ച് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ മാറ്റിവെക്കാനായിട്ട് അവര് റെഡിയാണ് എന്നുണ്ടെങ്കിൽ മാറ്റിവെക്കാം. ഓക്കെ, പിന്നെ ആ ഒരു സമയത്ത് ബോഡി എന്ത് ചെയ്യും? ബോഡി അതിന് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അല്ലേ? മറ്റൊരു ഫോറിൻ ബോഡി നമ്മുടെ ബോഡിയിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെയായിട്ട് പ്രതികരിച്ചു തുടങ്ങും, അല്ലേ? അപ്പൊ അതിനെതിരെയുള്ള മെഡിസിൻസും അതുപോലെ പൂർണ്ണമായിട്ടുള്ള റെസ്റ്റുകളും ഫോളോ അപ്പും ഒക്കെ ഈ ദാതാവും ചെയ്യണം, അതുപോലെ സ്വീകർത്താവും ചെയ്തിരിക്കണം. ഇനി വൃക്ക മാറ്റിവെക്കുമ്പോൾ എന്താ അവിടെ തന്നിരിക്കുന്നത്? വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുകയില്ല കേട്ടോ. വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായിട്ടുള്ള വൃക്കകൾ നീക്കം ചെയ്യില്ല. പകരം എന്താ ചെയ്യുക? പുതിയ വൃക്ക പഴയ വൃക്കയുടെ ചുവടെ സ്വീകർത്താവിന്റെ വൃക്കാധമനിയുമായും വൃക്കാസിരയുമായും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വൃക്കയുടെ ചുവടെ തന്നെ, ഓൾറെഡി ഉള്ള വൃക്കയുടെ ചുവടെ തന്നെ വെക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുക? സ്വീകർത്താവിന്റെ വൃക്കാധമനിയുമായിട്ടും വൃക്കാസിരയുമായിട്ടും ഈ പുതിയ വൃക്കയെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ വൃക്കയുടെ മൂത്രവാഹി സ്വീകർത്താവിന്റെ മൂത്രസഞ്ചിയുമായിട്ടും ബന്ധിപ്പിക്കും. ഡോക്ടർ ജോസഫ് ഇ മുറയാണ് ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ക്ലിയർ ആയല്ലോ? ഇനി വിസർജനം മറ്റ് ജീവികളിൽ എന്ന് പറഞ്ഞൊരു ഹെഡ് തന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ? കഴിഞ്ഞ ദിവസം പഠിച്ച അതേ കാര്യം തന്നെയാണ്, മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഏറ്റവും ആദ്യം അമീബയ്ക്ക് എന്താണ്? പ്രത്യേക വിസർജന അവയവങ്ങളൊന്നുമില്ല. അമോണിയ, കോശത്തിൽ അധികമായി എത്തുന്ന ജലം എന്നിവ സങ്കോചഭേനങ്ങൾ വഴിയാണ് പുറന്തള്ളുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യേക വിസർജന അവയവങ്ങളൊന്നും ആർക്കില്ല? അമീബയ്ക്കില്ല. സങ്കോചഭേനങ്ങൾ വഴിയാണ് അവര് അമോണിയ അല്ലെങ്കിൽ കോശത്തിൽ അധികമായി എത്തുന്ന ജലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറന്തള്ളുന്നത് സങ്കോചഭേനങ്ങൾ വഴിയാണ്. ഇനി മണ്ണിരയുടെ കേസ് ആണെങ്കിലോ, മണ്ണിര നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഇന്നലെ? എങ്ങനെയാണ്? നെഫ്രീഡിയാണ് വിസർജന അവയവം. മണ്ണിരയുടെ വിസർജന അവയവം നെഫ്രീഡിയാണ്. ശരീരത്തിന്റെ അറയിൽ നിന്നും യൂറിയ, അമോണിയ ജലം തുടങ്ങിയ വിസർജന വസ്തുക്കൾ വേർതിരിച്ച് ശരീര ഉപരിതലത്തിലെ സുഷിരങ്ങൾ വഴിയാണ് അവര് പുറന്തള്ളുന്നത്. മണ്ണിരയ്ക്ക് നെഫ്രീഡിയാണ് വിസർജന അവയവം. യൂറിയ, അമോണിയ, ജലം എന്നിവയാണ് അവരിലെ വിസർജന വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷഡ്പദങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിസർജന അവയവങ്ങൾ മാൽപീജിയൻ ട്യൂബുകളാണ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്, അല്ലെ മാൽപീജിയൻ നാളികളാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്, ടോപ്പിക് ആണ്. മാൽപീജിയൻ നാളികളാണ് ഷഡ്പദങ്ങളിലെ വിസർജന അവയവം. കൂടാതെ തന്നെ യൂറിക് ആസിഡ്, അല്ലെ? യൂറിക് ആസിഡ് ആണ് അവരുടെ വിസർജന വസ്തു എന്ന് പറയുന്നത്. പിന്നെ വരുന്നത്
മത്സ്യം, തവള. നോക്കാം, മത്സ്യം എന്ന് പറയുമ്പോൾ പ്രധാന വിസർജ്യ വസ്തു എന്ന് പറയുന്നത് അമോണിയാണ് പ്രധാന വിസർജ്യ വസ്തു. അവർ വൃക്കകളിലൂടെ നേരിട്ട് ജലത്തിലേക്ക് വിസർജിക്കുകയാണ് ചെയ്യുക കേട്ടോ. വൃക്കകളിലൂടെ നേരിട്ട് ജലത്തിലേക്ക് വിസർജിക്കുകയാണ് ചെയ്യുന്നത്. തവളയുടെ കേസ് ആണെങ്കിലും വൃക്ക തന്നെയാണ് വിസർജന അവയവം എന്ന് പറയുന്നത്. യൂറിയ അടക്കമുള്ള മാലിന്യങ്ങൾ അരിച്ചു മാറ്റി മൂത്രരൂപത്തിലാണ് പുറന്തള്ളുന്നത്. ഓക്കെ, അപ്പൊ തവള എന്ന് പറയുമ്പോൾ യൂറിയയാണ് അവരുടെ വിസർജന വസ്തു. അത് മൂത്രത്തിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, പുറന്തള്ളുന്നത്. പിന്നെ ഉരകങ്ങളും പക്ഷികളും എന്താണ്, വൃക്ക തന്നെയാണ് അവരുടെ വിസർജന അവയവം എന്ന് പറയുന്നത്. പിന്നെ യൂറിക് ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത്, ദഹനാവശിഷ്ടത്തോടൊപ്പം അവർ പുറന്തള്ളുന്നത്, ഉരകങ്ങളും പക്ഷികളും. മനുഷ്യരാണെങ്കിലും വൃക്ക തന്നെയാണ്, യൂറിയാണ് എന്ത് ചെയ്യുന്നത്, അവര് പുറന്തള്ളുന്നത് അല്ലെ, മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത്. ഇനി അടുത്തത്, സസ്യങ്ങൾ വിസർജിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഓർക്കുന്നുണ്ടോ? സ്റ്റൊമാറ്റ പഠിച്ചു, ലെന്റിസെല്ല് പഠിച്ചു, ഹൈഡത്തോട് പഠിച്ചു അല്ലെ, ഇല കൊഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഇവിടെയും. വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളാനുള്ള മാർഗങ്ങൾ സസ്യങ്ങളിലുണ്ട്. എന്നാൽ സസ്യങ്ങളിൽ ജന്തുക്കളെ പോലെ പ്രത്യേക വിസർജന വ്യവസ്ഥ നിലവിലില്ല. ജന്തുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീവൽ പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറവായതിനാൽ വിസർജ്യങ്ങളുടെ അളവും സസ്യങ്ങൾക്ക് വളരെ കുറവാണ്. ഇതെവിടെ നോക്കി, ആസ്യരന്ധ്രം, അതുപോലെ ലെന്റിസെല്ല്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോൽപ്പന്നമായിട്ടുള്ള ഓക്സിജൻ, ശ്വസനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ആസ്യരന്ധ്രങ്ങളിലൂടെയും ഇലകളിലെ ആസ്യരന്ധ്രങ്ങളിലൂടെയും കാണ്ഡത്തിലെ ലെന്റിസെല്ലിലൂടെയും പുറന്തള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലെന്റിസെൽ എന്ന് പറയുന്നത്? വളർച്ചയെത്തിയ കാണ്ഡങ്ങളുടെ ഉപരിതലത്തിൽ കാണുന്ന സുഷിരങ്ങളെയാണ് ലെന്റിസെല്ലുകൾ എന്ന് പറയുന്നത്. കാണ്ഡത്തിലാണ് ലെന്റിസെൽ കാണുന്നത്. വളർച്ചയെത്തിയ കാണ്ഡങ്ങളുടെ ഉപരിതലത്തിൽ കാണുന്ന സുഷിരങ്ങളാണ് ലെന്റിസെല്ലുകൾ. ഇനി ഹൈഡത്തോട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലേ, പുൽസസ്യങ്ങളിലും അതുപോലെ കുറ്റിച്ചെടികളിലും ഒക്കെ കാണുന്ന ഇലയുടെ അഗ്രഭാഗത്തുള്ള ഹൈഡത്തോടുകളെ കുറിച്ച്. അപ്പൊ ഈ ഹൈഡത്തോടുകളിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അധികമായിട്ടുള്ള ജലം പുറന്തള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇമേജ് കണ്ടതല്ലേ നമ്മള്. ഇനി കാതൽ രൂപീകരണം എന്ന് പറയുമ്പോഴേ ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിന്റെ മധ്യത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ വന്ന് അടിഞ്ഞ് കാതൽ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പൊ സൈലം കുഴലുകളിൽ വന്ന് ഇവരുടെ ഈ ഒരു വേസ്റ്റ് വന്ന് അടിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കാതൽ രൂപീകരിക്കുന്നത്. ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിന്റെ മധ്യത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ വന്നടിഞ്ഞ് കാതൽ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇനി ഇല കൊഴിയുന്ന കാര്യം നോക്കിയേ, ഇല കൊഴിയൽ നോക്കിയേ. ഇലകൾ വളർച്ചയെത്തി കൊഴിയാറാകുമ്പോൾ തന്നെ സസ്യങ്ങൾ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അവയിൽ നിന്നും ഇങ്ങോട്ട് തിരിച്ചെടുക്കും. ഇലകളിൽ നിന്ന് അവന്റെ ബ്രാഞ്ചസിലേക്കൊക്കെ എന്ത് ചെയ്യും, തിരിച്ചെടുക്കുവേ. അപ്പൊ കൊഴിയുന്ന ഇലകളിൽ വിസർജ്യ വസ്തുക്കളായിരിക്കും കൂടുതലും ഉണ്ടാവുക. ഓക്കെ, സസ്യത്തിന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആ ഇല കൊഴിയാനായി എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമുള്ളതൊക്കെ തിരിച്ചെടുക്കും. കൊഴിയുന്ന ഇലകളിൽ വിസർജ്യ വസ്തുക്കളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, ആരോഗ്യകരമായ ജീവിതത്തിന് ബാഹ്യപരിസ്ഥിതിയും ആന്തരപരിസ്ഥിതിയും മാലിന്യമുക്തമാക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ബാഹ്യപരിസരം മാലിന്യമുക്തമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. വിസർജന പ്രക്രിയയിലൂടെ ശരീരം ആന്തര പരിസരം മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് കരൾ, വൃക്ക, ത്വക്ക്, ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങളൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഈ അവയവങ്ങളുടെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ജീവിതശൈലി നമുക്ക് അനുവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഒരു ചാപ്റ്റർ നമുക്ക് നല്ലൊരു റിവിഷൻ ആയിരുന്നു അല്ലേ. 9th സ്റ്റാൻഡേർഡ് നമ്മൾ ന്യൂ SCERT ലെസൺ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ശ്വസനവും വിസർജനവും. ആ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊഴിച്ചാൽ വേറെ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നുമില്ല. വളരെ കുറച്ച് ന്യൂ പോയിന്റ്സ് മാത്രമാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയല്ലോ അല്ലേ. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിനെ കുറിച്ച്? ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയുക. കൂടാതെ വീഡിയോ ഡെയിലി നമ്മൾ 6 PM അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ 6 PM ആകുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക കേട്ടോ. അവിടെയാണ് റിവിഷൻ പ്ലാനും വീക്ക്ലി എക്സാംസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി അങ്ങ് എത്തിച്ചു കൊടുത്തേക്കുക. അവരും പഠിക്കണ്ടേ. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നവരാവട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് അവൈലബിലിറ്റി ഇല്ലാത്തവരും പല സാഹചര്യങ്ങളാണല്ലോ പലർക്കും. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി താങ്ക്